ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ജോബിൻ്റെ ലാസ്റ്റ് ഡേ. ജൂലൈ 4, 2023 ഞാൻ ജോയിൻ ചെയ്തു. ഇന്ന് ഡേറ്റ് മാർച്ച് 13, 2026. ഈ 2.5-3 വർഷത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതിപ്പോൾ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു. അതിനൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നിപ്പോൾ ഇവിടം വരെ എത്തി. ഇവിടേക്കോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ജോബിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കുന്നു. അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റി. 2.5 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു എൻ്റെ വീഡിയോ ജേർണൽ മാത്രമാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോയാൽ മതി. ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് 14-ാം തീയതിയാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തി. എനിക്ക് ഇന്നലെ ശരിക്കും ആ ഫുൾ ഡേ ജേർണൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എടുക്കണതൊരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം തന്നെ അങ്ങ് മറന്നുപോയായിരുന്നു. കാരണം കുറച്ച് ഇന്നലെ ഹാൻഡ് ഓവർ ടാസ്കും പിന്നെ എല്ലാവരും സംസാരിച്ച് വരുമ്പോഴേക്കും തന്നെ ഒരു സമയമായിരുന്നു. ഇന്നലെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു എനിക്ക് ഇന്നലെ സംഭവിച്ചത്. അതായത് നമ്മുടെ ഫസ്റ്റ് ജോബിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലെ എനിക്കും. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ നല്ല വാക്കുകൾ, നേരത്തെ ഉണ്ടായിരുന്ന മാനേജറിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാനേജർ അല്ലാഞ്ഞിട്ട് പോലും പുള്ളി എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ മനസ്സറിഞ്ഞ് കിട്ടിയ വേറൊരു ഗിഫ്റ്റാണ് കുറച്ചധികം ബുക്സ് എന്നുള്ളത്. അതേപോലെ വർക്ക് ഫ്രം ഹോമുള്ള ആൾ ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ നിന്ന് രാത്രി എറണാകുളത്തേക്ക് വന്ന് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോയ ഇൻസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന സംഭവമാണ്. ഇത്രയൊന്നും ശരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനപ്പുറത്തായിരുന്നു എനിക്ക് കിട്ടിയത് ഇന്നലെ. എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട് ആരുമില്ല. പക്ഷെ ഇന്നലെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കും ആരൊക്കെയോ ഉണ്ട് എന്നൊരു ഫീലിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ വീഡിയോ ആക്ച്വലി ഒരു ജേർണൽ പോലെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.